ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും മീൻകറിയൊക്കെ വെക്കുന്നവരായിരിക്കും അല്ലേ? പല സ്ഥലത്തും പല രീതിയിലാണ് മീൻകറിയൊക്കെ വെക്കാറുള്ളത് അല്ലേ? അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ മീൻ മണ്ട കൊണ്ടൊരു കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ മൺചട്ടിയിലാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ മൺചട്ടി വെച്ച് കൊടുത്തിട്ട് ചൂടായതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ചൂടായി വന്ന് നേരം നമ്മൾ ഒരു അര ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്ന നേരത്ത് നമ്മളൊരു പകുതി വലിയ ഉള്ളി ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പകുതി തക്കാളിയും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഉള്ളി എല്ലാം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്ക് കുറച്ച് പുളി ഒന്ന് തിരുമ്പിയെടുക്കണം കേട്ടോ. ഒരു പാത്രത്തിലേക്ക് നമ്മൾ പുളി നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ മുളക് പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, പിന്നെ ഒരു കുറച്ചധികം തന്നെ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല, നമുക്ക് നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാകും. അപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിലൊന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് കുത്തി അടച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചട്ടിയിലേക്ക് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പുളി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യമായിട്ടുള്ള പിന്നെ ഇതാ ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ടൈമിൽ നമുക്ക് കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഒന്ന് തിളക്കുന്ന വരെ നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ദാ നല്ല പോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ആ ടൈമിൽ ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ മണ്ടകളൊക്കെ കൊണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് നമ്മളിതിലൊന്ന് ഈ മീനുകളൊക്കെ കറിയിലൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിക്ക് ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ 5 മിനിറ്റ് നേരം വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ അടപ്പ് തുറന്നിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മേലെ കൂടി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് തള വരുന്നത് കാണുന്നുണ്ടല്ലോ, അത് മൺചട്ടീൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ അല്ലേ. അതറിയുന്നവരായിരിക്കും ഒട്ടുമിക്ക ആളുകളൊന്നും വിചാരിക്കണു. അപ്പോൾ എന്തായാലും നമ്മൾ സിമ്പിളായിട്ടുള്ള മീൻ കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇനി ചൂട് ചോറിൻ്റെ കൂടെ അങ്ങ് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ പോവുക കേട്ടോ.